വിജയം എന്നത് ദിവസവും പരിശീലിക്കുന്ന ചില ലളിതമായ കാര്യങ്ങൾ മാത്രമാണ്. മറുവശത്ത് പരാജയം എന്നത് ദിവസവും ആവർത്തിക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ മാത്രമാണ്. ഈ രണ്ടെണ്ണവും, പരാജയവും വിജയവും, തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ദിവസവും മെച്ചപ്പെടുത്താൻ തിരഞ്ഞെടുക്കുന്ന ചെറിയ കാര്യങ്ങളിലാണ്. വലിയ മാറ്റങ്ങളിലല്ല, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ മാറ്റങ്ങളിലാണ് കാലക്രമേണ ഏറ്റവും വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത്. ദിവസവും മെച്ചപ്പെടുത്തേണ്ട 10 കാര്യങ്ങളായി ഞാനിത് സംഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ആ 10 മേഖലകളിലൂടെ വേഗത്തിൽ കടന്നുപോകും. അതിനുശേഷം നമ്മുടെ ഗോൾ വർക്ക്ഷോപ്പ് നമ്പർ 1ലേക്ക് കടക്കാം. 1. നിങ്ങളുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ്. ദിവസവും നിങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ആദ്യത്തെ കാര്യം നിങ്ങളുടെ മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ മനോഭാവം എത്ര ശക്തമാണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തുന്ന അടിസ്ഥാനമാണ് നിങ്ങളുടെ മനോഭാവം. ഓരോ ദിവസവും അല്പം വീതം ഇത് മെച്ചപ്പെടുത്തിയാൽ നിങ്ങളുടെ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും മാറുന്നത് നിങ്ങൾ കണ്ടെത്തും. അതൊരു മനോഭാവം മാത്രമല്ലേ, എനിക്ക് തോന്നുന്നതല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ ഞാൻ പറയുന്നു, ഇത് നിങ്ങളുടെ തോന്നൽ മാത്രമല്ല. നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു, പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കുന്നു, വെല്ലുവിളികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, മറ്റുള്ളവരുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതിനെല്ലാമാണ്. ഇത് 2 വഴിക്കും പ്രവർത്തിക്കും. നിങ്ങളുടെ മനോഭാവം ഒരു കാന്തം പോലെയാണ്. അത് അവസരങ്ങളെ ആകർഷിക്കുകയോ അല്ലെങ്കിൽ അവയെ അകറ്റി നിർത്തുകയോ ചെയ്യും. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതം എത്ര നല്ലതായിരുന്നാലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാതിപ്പെടുന്ന, എപ്പോഴും നെഗറ്റീവായ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊരു മനോഭാവം വെച്ച് അവർക്ക് എത്രമാത്രം വിജയം ആകർഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു? ഒരുപക്ഷെ അധികമൊന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ നെഗറ്റീവ് മനോഭാവം അവസരങ്ങളിലേക്കുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. മറുവശത്ത് ഒരു നല്ല മനോഭാവമുള്ളയാൾ കാന്തം പോലെ അവസരങ്ങളെ ആകർഷിക്കുന്നു. ആളുകൾക്ക് അവരോടൊപ്പം നിൽക്കാനും അവരുമായി പ്രവർത്തിക്കാനും അവരെ സഹായിക്കാനും അവർ വിജയിക്കുന്നത് കാണാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനോഭാവം ഓരോ ദിവസവും അല്പം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ശുഭാപ്തി വിശ്വാസിയാകാൻ ശ്രമിക്കുക, കുറച്ചുകൂടി ക്ഷമയുള്ളവരാകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മുമ്പൊരിക്കലും അറിയാത്ത വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾ കണ്ടെത്തും. ഇവിടെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ മനോഭാവം ഒറ്റ രാത്രി കൊണ്ട് മാറില്ല. ഇത് സാവധാനവും സ്ഥിരവുമായ ഒരു പ്രക്രിയയാണ്. ഓരോ ദിവസവും കുറേശ്ശെയായി നിങ്ങളിത് മെച്ചപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കുറച്ചുകൂടി നന്ദിയുള്ളവരാകാൻ ശ്രദ്ധിക്കുക. നാളെ കുറച്ചുകൂടി പ്രതിരോധശേഷിയുള്ളവരാകാൻ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം പ്രശ്നങ്ങളിൽ മുഴുകുന്നതിനു പകരം പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നിങ്ങളൊരു മികച്ച മനോഭാവത്തിന്റെ അടിത്തറയിലേക്ക് ഒരു ചെറിയ ഇഷ്ടിക കൂട്ടിച്ചേർക്കുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായ ഒന്ന് കെട്ടിപ്പടുക്കും. നിങ്ങളുടെ മനോഭാവം മെച്ചപ്പെടുമ്പോൾ മറ്റെല്ലാം അതോടൊപ്പം മെച്ചപ്പെടാൻ തുടങ്ങുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ആരോഗ്യം, എല്ലാം. 2. ആശയവിനിമയ കഴിവുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അടുത്തതായി നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓരോ ദിവസവും നിങ്ങൾ മെച്ചപ്പെടുത്തണം. ഇത് നിങ്ങൾ എത്രത്തോളം വിജയിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. എന്തുകൊണ്ട്? കാരണം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ആശയവിനിമയം ഉൾപ്പെടുന്നു. നിങ്ങൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയാണെങ്കിലും, ഒരു ബിസിനസ് ഇടപാട് നടത്തുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായി ഇടപഴകുകയാണെങ്കിലും ആശയവിനിമയം എല്ലാത്തിന്റെയും ഹൃദയമാണ്. നിങ്ങൾക്ക് ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് എത്രത്തോളം മെച്ചപ്പെടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടും. നിങ്ങളുടെ ബിസിനസ് നന്നായി നടക്കും. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താനാകും. ഒന്ന് വ്യക്തമാക്കട്ടെ, ആശയവിനിമയം എന്നാൽ വെറുതെ സംസാരിക്കുന്നതല്ല. വാസ്തവത്തിൽ മികച്ച ആശയവിനിമയക്കാരിൽ ചിലർ അധികം സംസാരിക്കാറില്ല. അവർ ശ്രദ്ധിക്കുന്നു, ശ്രദ്ധാപൂർവം കേൾക്കുന്നു, സഹാനുഭൂതിയോടെ കേൾക്കുന്നു. മറുപടി പറയാൻ മാത്രമല്ല, മനസ്സിലാക്കാനായി കേൾക്കുന്നു. നല്ല ആശയവിനിമയം ഒരു ഇരുവശ പാതയാണ്. നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാക്കുന്നതിനും മറ്റുള്ളവരുടെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണിത്. ഓരോ ദിവസവും ഇത് മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഒരു മികച്ച ശ്രോതാവാകാൻ ശ്രമിക്കുക. നാളെ ആക്രമണകാരിയാകാതെ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ പരിശീലിക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ശരിയായ വാക്കുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ആശയവിനിമയ ശൈലിയുടെ പരുക്കൻ വശങ്ങൾ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായി നിങ്ങൾ മാറുന്നു. ഇതിന്റെ യഥാർത്ഥ ശക്തി ഇതാണ്. നിങ്ങൾ നന്നായി ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. നിങ്ങൾ മികച്ച രീതിയിൽ നയിക്കുന്നു. മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ നിങ്ങൾ പ്രചോദിപ്പിക്കുന്നു. മോശം ആശയവിനിമയം കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരാളുമായി തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ അവർ ഒരു കാര്യം ഉദ്ദേശിച്ചു, നിങ്ങൾ മറ്റൊന്ന് മനസ്സിലാക്കി. ആ ചെറിയ തെറ്റിദ്ധാരണ ഒരു വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചു. ഇപ്പോൾ സങ്കൽപ്പിക്കുക, ഓരോ ദിവസവും നിങ്ങളുടെ ആശയവിനിമയം കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയാൽ എത്ര തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും, എത്ര തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയും, നിങ്ങളുടെ ബന്ധങ്ങളിൽ എത്രമാത്രം വിശ്വാസം വളർത്താൻ കഴിയും. ഇതൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? 3. ആത്മനിയന്ത്രണം, സെൽഫ് ഡിസിപ്ലിൻ. അടുത്തതായി നിങ്ങളുടെ ആത്മനിയന്ത്രണം, സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾ ഓരോ ദിവസവും മെച്ചപ്പെടുത്തണം. ഇത് വളരെ പ്രധാനമാണ്. ആത്മനിയന്ത്രണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും നേട്ടങ്ങൾക്കുമിടയിലുള്ള ഒരു പാലമാണ്. ചെയ്യാൻ തോന്നാത്തപ്പോഴും മുന്നോട്ടു പോകാനുള്ള കഴിവാണ് ഇത്. അസുഖകരമാണെങ്കിൽ പോലും ചെയ്യേണ്ടത് ചെയ്യാനുള്ള കഴിവാണ് ഇത്. സത്യം ഇതാണ്, ആത്മനിയന്ത്രണമില്ലാതെ
വിജയം അസാധ്യമാണ്. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ലക്ഷ്യങ്ങളും ഏറ്റവും മികച്ച ആശയങ്ങളും ആവശ്യമായ എല്ലാ കഴിവുകളും ഉണ്ടാവാം. പക്ഷേ അത് പിന്തുടരാനുള്ള അച്ചടക്കമില്ലെങ്കിൽ അതിനൊന്നും പ്രസക്തിയില്ല. ആത്മനിയന്ത്രണം ഒരു പേശി പോലെയാണ്. നിങ്ങൾ എത്രത്തോളം ഇത് വ്യായാമം ചെയ്യുന്നുവോ അത്രത്തോളം ഇത് ശക്തമാകും. ഓരോ ദിവസവും ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ സ്വയം അച്ചടക്കം പാലിക്കുക. നാളെ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ പോലും വ്യായാമം ചെയ്യാൻ സ്വയം അച്ചടക്കം പാലിക്കുക. അടുത്ത ദിവസം ശ്രദ്ധ മാറാതെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സ്വയം അച്ചടക്കം പാലിക്കുക. ഈ ചെറിയ അച്ചടക്ക പ്രവൃത്തികൾ ചെറുതായി തോന്നിയേക്കാം, പക്ഷേ കാലക്രമേണ ഇവ വലിയ ഫലങ്ങൾ നൽകും. ഇവിടെ ഒരു കാര്യം ഓർക്കുക. ആത്മനിയന്ത്രണം എന്നാൽ വെറും ഇച്ഛാശക്തി മാത്രമല്ല, ഇത് ശീലങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ഒരു കാര്യം ശീലമാക്കുമ്പോൾ അതിന് അത്രയധികം അച്ചടക്കം ആവശ്യമില്ല, അത് യാന്ത്രികമാകും. അതുകൊണ്ട് നിങ്ങളുടെ ആത്മനിയന്ത്രണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഒരു ഭാഗം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, എല്ലാ ദിവസവും ഒരു നല്ല പുസ്തകത്തിലെ 10 പേജുകൾ വായിക്കുന്നത് നിങ്ങളൊരു ശീലമാക്കുകയാണെങ്കിൽ പഠിക്കാനും വളരാനും നിങ്ങൾക്ക് ഇച്ഛാശക്തിയെ ആശ്രയിക്കേണ്ടതില്ല. ശീലം അത് ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ അച്ചടക്കം അനായാസമാകും. 4. ചിന്താഗതി, മൈൻഡ് സെറ്റ്. നിങ്ങളുടെ ചിന്താഗതി മെച്ചപ്പെടുത്താനുള്ള മറ്റൊരു മാർഗം നിങ്ങളുടെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ, ലിമിറ്റിംഗ് ബിലീഫ്സ്, വെല്ലുവിളിക്കുക എന്നതാണ്. നമ്മളിൽ പലരെയും തടഞ്ഞു നിർത്തുന്നത് ബാഹ്യ സാഹചര്യങ്ങളല്ല, മറിച്ച് നമ്മളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള നമ്മുടെ വിശ്വാസങ്ങളാണ്. മുമ്പ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടോ നമ്മൾക്ക് കഴിവില്ലെന്ന് ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ആ വിശ്വാസങ്ങൾ വെറും ചിന്തകളാണ്. ചിന്തകളെ മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഓരോ ദിവസവും ആ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ ശക്തമായവ കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിക്കുക. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുക. ഞാൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ വിജയത്തിന്റെ പാതയിലാണ് എന്ന് ചിന്തിക്കുക. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതി കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നു. കാലക്രമേണ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മുഴുവൻ കാഴ്ചപ്പാടും മാറുന്നത് നിങ്ങൾ കണ്ടെത്തും. 5. ടൈം മാനേജ്മെന്റ്. നമ്മൾ സമയത്തിന് വളരെ ശ്രദ്ധ നൽകണം. നമുക്കെല്ലാവർക്കും ഒരേ അളവിലുള്ള ഒരു വിഭവമാണിത്. പക്ഷെ നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് എല്ലാ വ്യത്യാസവും. സമയം അമൂല്യമാണ്. അത് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തിരികെ ലഭിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സമയം വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. നല്ല വാർത്ത എന്തെന്നാൽ സമയ മാനേജ്മെന്റ് നിങ്ങൾക്ക് ദിവസവും മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ വ്യക്തമായ മുൻഗണനകൾ നിശ്ചയിക്കാൻ ശ്രമിക്കുക. നാളെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളോട് വേണ്ട എന്ന് പറയാൻ പരിശീലിക്കുക. നിങ്ങളുടെ സമയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലെ ഓരോ ചെറിയ പുരോഗതിയും വർദ്ധിക്കുന്നു. നിങ്ങൾ അറിയാതെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങൾ തിരക്കിലാണെങ്കിലും ഉൽപ്പാദനക്ഷമതയില്ലാത്തവരായി എത്ര തവണ നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ടുണ്ട്? പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കുമ്പോൾ കാര്യമായ ഫലങ്ങളുണ്ടാക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾ എത്ര തവണ സമയം ചെലവഴിക്കുന്നു? തിരക്കിലാകുന്നത് ഉൽപ്പാദനക്ഷമതയുള്ളതിന് തുല്യമല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സമയ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നത് വളരെ നിർണായകമായത്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചാണിത്. നിങ്ങളുടെ സമയ മാനേജ്മെന്റ് മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് നിങ്ങളുടെ ദിവസം ഒരു പ്ലാനോടുകൂടി ആരംഭിക്കുക എന്നതാണ്. ഓരോ രാവിലെയും നിങ്ങളുടെ മുൻഗണനകൾ രേഖപ്പെടുത്താൻ കുറച്ച് മിനിറ്റ് എടുക്കുക. നിങ്ങൾ പൂർത്തിയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എന്ത് മാറ്റിവെക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം? ഇവിടെ ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ ജോലി മാത്രം പ്ലാൻ ചെയ്യരുത്, നിങ്ങളുടെ വിശ്രമവും പ്ലാൻ ചെയ്യുക. വിശ്രമം പ്രവർത്തനത്തിന് അത്ര തന്നെ പ്രധാനമാണ്. റീചാർജ് ചെയ്യാൻ സമയമെടുത്തില്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകും. അതുകൊണ്ട് ഉൽപ്പാദനക്ഷമതയും വിശ്രമവും ഉൾപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ സമയം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾക്ക് മറ്റെല്ലാവർക്കുമുള്ള അത്രയും സമയമുണ്ട്. കൂടുതൽ സമയം ലഭിക്കുന്നതിനെക്കുറിച്ചല്ല, നിങ്ങളുടെ കൈവശമുള്ള സമയം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഇത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സമയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് മെച്ചപ്പെടുത്തുന്നതിലൂടെ ആരംഭിക്കുക. ഇത് ഒരു ദൈനംദിന പരിശീലനമാണ്. 6. നോളജ്. അടുത്തതായി, ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും വേണം. ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നോട്ടു പോകും. നിങ്ങൾക്ക് എത്രത്തോളം അറിയാമോ അത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം മൂല്യം നിങ്ങൾക്ക് വിപണിയിൽ നൽകാൻ കഴിയും. നിങ്ങൾ എത്രത്തോളം മൂല്യം നൽകുന്നുവോ അത്രത്തോളം പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ ദിവസവും നിങ്ങളുടെ അറിവ് മെച്ചപ്പെടുത്തണം. അതെങ്ങനെ ചെയ്യും? ലളിതം.
വായിക്കുക, കേൾക്കുക, പഠിക്കുക. ഓരോ ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കാൻ പ്രതിജ്ഞാബദ്ധനാകുക. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വ്യവസായത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം വായിക്കുക. നാളെ വ്യക്തിഗത വികസനത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ കേൾക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഒരു കോഴ്സ് എടുക്കുക. പഠനത്തിലുള്ള ഈ ചെറിയ നിക്ഷേപങ്ങളെല്ലാം വർദ്ധിക്കുന്നു. നിങ്ങൾ കൂടുതൽ അറിവുള്ളവനും കൂടുതൽ കഴിവുള്ളവനും ജീവിതം നിങ്ങൾക്ക് എന്ത് നൽകിയാലും അതിനെ നേരിടാൻ കൂടുതൽ തയ്യാറായവനും ആകുന്നത് നിങ്ങൾ കണ്ടെത്തും. ഇവിടെ ഒരു കാര്യം, നിങ്ങൾ സ്കൂൾ വിടുമ്പോൾ പഠനം അവസാനിക്കുന്നില്ല. വാസ്തവത്തിൽ അവിടെയാണ് യഥാർത്ഥ പഠനം ആരംഭിക്കുന്നത്. ഔപചാരിക വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഒരു ജീവിതമാർഗം നൽകും, പക്ഷേ സ്വയം വിദ്യാഭ്യാസം നിങ്ങൾക്കൊരു ഭാഗ്യം നൽകും. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾ ആജീവനാന്ത പഠിതാക്കളാണ്. അവർ ഒരിക്കലും അറിവ് മെച്ചപ്പെടുത്തുന്നത് നിർത്തുന്നില്ല, കാരണം അവർക്കറിയാം കൂടുതൽ പഠിക്കുന്തോറും കൂടുതൽ നേടാൻ കഴിയുമെന്ന്. 7. സാമ്പത്തികം, ഫൈനാൻസസ്. അടുത്തതായി, നിങ്ങളുടെ സാമ്പത്തികം, ഫൈനാൻസസ് അവഗണിക്കാൻ ഒരു നല്ല ദിവസവുമില്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ജീവിതത്തിലെ മറ്റേതൊരു മേഖലയെയും പോലെ ഇതിനും ദൈനംദിന ശ്രദ്ധയും മെച്ചപ്പെടുത്തലും ആവശ്യമാണ്. നിങ്ങൾ കടത്തിൽ നിന്ന് പുറത്തുകടക്കാനോ സമ്പത്ത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക സുരക്ഷയുണ്ടാക്കാനോ ശ്രമിക്കുകയാണെങ്കിലും ഇത് ആരംഭിക്കുന്നത് ഓരോ ദിവസവും ചെറിയ സ്ഥിരമായ പുരോഗതികളിലൂടെയാണ്. ഇവിടെ സത്യമിതാണ്, മിക്ക ആളുകൾക്കും പണത്തെക്കുറിച്ച് ശരിക്കും അറിയില്ല. അത് എങ്ങനെ സമ്പാദിക്കണമെന്ന് അവർക്കറിയാം, പക്ഷേ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ല. തൽഫലമായി അവർ എത്ര സമ്പാദിച്ചാലും നിരന്തരം ബുദ്ധിമുട്ടുന്നതായി അവർ കണ്ടെത്തും. എന്നാൽ ഇവിടെ ഒരു നല്ല വാർത്തയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഓരോ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ചെലവുകൾ ട്രാക്ക് ചെയ്തുകൊണ്ട് ആരംഭിക്കുക. അങ്ങനെ നിങ്ങളുടെ പണം എവിടെ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. നാളെ നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഒരു ലളിതമായ ബഡ്ജറ്റ് ഉണ്ടാക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനം സമ്പാദ്യത്തിനോ നിക്ഷേപത്തിനോ മാറ്റിവെക്കാൻ തുടങ്ങുക. ഈ ചെറിയ ചുവടുകളെല്ലാം വർദ്ധിക്കുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സാമ്പത്തികം നിയന്ത്രണത്തിലാകുകയും വളരുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതിലല്ല, എത്ര പണം നിങ്ങൾ സൂക്ഷിക്കുന്നു എന്നതിലാണ് കാര്യം. ചിലർ ധാരാളം പണം സമ്പാദിക്കുന്നു, പക്ഷേ അവർ സമ്പാദിക്കുന്ന വേഗതയിൽ തന്നെ അത് ചെലവഴിക്കുന്നു. അവർ ഓരോ മാസവും പട്ടിണിയിലാണ് ജീവിക്കുന്നത്, എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ വക്കിലാണ്. പക്ഷേ കുറവ് സമ്പാദിക്കുന്ന മറ്റുള്ളവർക്ക് സമ്പാദിക്കാനും നിക്ഷേപിക്കാനും സമ്പത്തുണ്ടാക്കാനും കഴിയുന്നു. കാരണം അവർ സാമ്പത്തിക മാനേജ്മെന്റിന്റെ തത്വങ്ങൾ പഠിച്ചു. ആ തത്വങ്ങൾ ആർക്കും പഠിക്കാൻ കഴിയും. നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഒരു സാമ്പത്തിക വിദഗ്ധനാകേണ്ടതില്ല. ഓരോ ദിവസവും ചെറിയ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ കുറവ് ചെലവഴിക്കുക, ബാക്കി നിക്ഷേപിക്കുക. ഇത് ലളിതമായി തോന്നുന്നു, പക്ഷേ ഇത് ശക്തമാണ്. ഓരോ ദിവസവും നിങ്ങൾ ആ തത്വമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമായിരിക്കും. എന്നാൽ ഇവിടെ പ്രധാന കാര്യം, ഇതിന് അച്ചടക്കം ആവശ്യമാണ്. താൽക്കാലിക സന്തോഷം മാറ്റിവെക്കാനുള്ള സന്നദ്ധത ആവശ്യമാണ്. നാളത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി ഇന്നത്തെ അനാവശ്യ ചെലവുകളോട് വേണ്ട എന്ന് പറയാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ്. ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പണം വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, നിങ്ങളുടെ ഭാവിയിൽ നിക്ഷേപിക്കാനുള്ള കഴിവ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കി എന്റെ പണമൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങൾ മെച്ചപ്പെടുത്താൻ സമയമായി എന്നതിന്റെ സൂചനയാണത്. നിങ്ങളുടെ പണം നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതെ അതിനെ നിയന്ത്രിക്കാൻ സമയമായി. വലിയ മാറ്റങ്ങളല്ല, ചെറിയ സ്ഥിരമായ പുരോഗതികൾ മാത്രം മതി. അടുത്തത് വ്യക്തിഗത വികസനം, പേഴ്സണൽ ഡെവലപ്മെന്റ്. പ്രധാന കാര്യം ഇതാണ്, ജീവിതം വളർച്ചയെക്കുറിച്ചാണ്. നിങ്ങൾ വളരുന്നില്ലെങ്കിൽ നിങ്ങൾ നിശ്ചലമായി നിൽക്കുകയാണ്. നിങ്ങൾ നിശ്ചലമായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നോട്ടു പോകുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ മികച്ച പതിപ്പായി മാറാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഇത് പൂർണ്ണതയെക്കുറിച്ചല്ല, പുരോഗതിയെക്കുറിച്ചാണ്. നിങ്ങൾ ആരാണെന്നും എങ്ങനെ ചിന്തിക്കുന്നുവെന്നും എന്തു ചെയ്യുന്നുവെന്നും നിരന്തരം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. വ്യക്തിഗത വികസനം ഒരു ആജീവനാന്ത യാത്രയാണ്. നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒന്നാണിത്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വയം അവബോധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ ശീലങ്ങൾ, നിങ്ങളുടെ പ്രവണതകൾ എന്നിവ മനസ്സിലാക്കുക. നാളെ നിങ്ങളുടെ കരിയറിലോ വ്യക്തിജീവിതത്തിലോ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുതിയ കഴിവ് വികസിപ്പിക്കാൻ ശ്രമിക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ വൈകാരിക ബുദ്ധി മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്യാനും മറ്റുള്ളവരുമായി നന്നായി ബന്ധപ്പെടാനും പഠിക്കുക. ഈ ചെറിയ മെച്ചപ്പെടുത്തലുകളെല്ലാം നിങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നു. കാലക്രമേണ നിങ്ങൾ എല്ലായ്പ്പോഴും ആകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായി മാറുന്നത് നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ വ്യക്തിഗത വികസനത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളിലൊന്ന് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നതാണ്. നിങ്ങളെ വളർത്താൻ വെല്ലുവിളിക്കുന്ന വ്യക്തവും നിർദ്ദിഷ്ടവുമായ ലക്ഷ്യങ്ങൾ. എന്നാൽ ഇവിടെ പ്രധാന കാര്യം, ആ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളുമായി, നിങ്ങളുടെ അഭിനിവേശങ്ങളുമായി, നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളുമായി പൊരുത്തപ്പെട്ടിരിക്കണം. കൂടുതൽ നേടുന്നതിനെക്കുറിച്ചല്ല ഇത്, കൂടുതൽ മികച്ചവരാകുന്നതിനെക്കുറിച്ചാണ്. ആ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തിയായി മാറുന്നതിനെക്കുറിച്ചാണ് ഇത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും അതിൽ പ്രവർത്തിക്കാൻ കഴിയും.
ഒരുപക്ഷെ ഇന്ന് നിങ്ങളൊരു വ്യക്തിഗത വികസന പുസ്തകത്തിന്റെ ഒരു അധ്യായം വായിക്കാൻ ഒരു ലക്ഷ്യം വയ്ക്കുക. നാളെ ഒരു പുതിയ ശീലം 10 മിനിറ്റ് പരിശീലിക്കാൻ ഒരു ലക്ഷ്യം വയ്ക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കാനും ആവശ്യമെങ്കിൽ നിങ്ങളുടെ പാത ക്രമീകരിക്കാനും ഒരു ലക്ഷ്യം വയ്ക്കുക. ഈ ചെറിയ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയുടെ യാത്രയിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. വ്യക്തിഗത വികസനം എന്നാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠനം നിർത്തുക എന്നതും കൂടിയാണ്. ചിലപ്പോൾ വളരുന്നതിന് നിങ്ങൾ പഴയ ശീലങ്ങളും പഴയ വിശ്വാസങ്ങളും നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന പഴയ ചിന്താരീതികളും ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വ്യക്തിഗത വികസനം ഒരു തുടർച്ചയായ പ്രക്രിയയായത്. നിങ്ങൾ നിരന്തരം പഠിക്കുകയും വളരുകയും വികസിക്കുകയും ചെയ്യുന്നു. ആ പ്രക്രിയയ്ക്ക് നിങ്ങൾ എത്രത്തോളം പ്രതിജ്ഞാബദ്ധനാകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും മെച്ചപ്പെടുന്നത് നിങ്ങൾ കണ്ടെത്തും. വ്യക്തിഗത വികസനത്തെക്കുറിച്ച് ഞാൻ പഠിച്ച ഏറ്റവും ശക്തമായ പാഠങ്ങളിലൊന്നിതാണ്: നിങ്ങൾ എന്തായി മാറുന്നുവോ അത് നിങ്ങൾ ആകർഷിക്കും. നിങ്ങൾ വിജയം ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശീലങ്ങളിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും നിങ്ങൾ വിജയിച്ചവനാകണം. നിങ്ങൾക്ക് മികച്ച ബന്ധങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മികച്ച ബന്ധങ്ങൾക്ക് യോഗ്യനായ ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. നിങ്ങൾക്ക് സമൃദ്ധി ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമൃദ്ധമായ ഒരു ചിന്താഗതി നിങ്ങൾ വളർത്തിയെടുക്കണം. ഓരോ ദിവസവും സ്വയം അല്പം മെച്ചപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കതിൽ പ്രവർത്തിക്കാൻ കഴിയും. ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അച്ചടക്കമുള്ളവനും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനും കൂടുതൽ പോസിറ്റീവും കൂടുതൽ വിജയിച്ചവനുമാകാൻ കഴിയും. 9. നിങ്ങളുടെ ഉദ്ദേശ്യം, യുവർ പർപ്പസ്. അടുത്തത് നിങ്ങളുടെ ഉദ്ദേശ്യം, പർപ്പസ്. ഇത് വളരെ പ്രധാനമാണ്. ഉദ്ദേശ്യം നിങ്ങളുടെ ജീവിതത്തിന് ദിശാബോധം നൽകുന്നു. രാവിലെ എഴുന്നേൽക്കാനുള്ള കാരണം, കാര്യങ്ങൾ കഠിനമാകുമ്പോൾ പോലും മുന്നോട്ടു പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യമാണിത്. പ്രധാന കാര്യം ഇതാണ്: നിങ്ങളുടെ ഉദ്ദേശ്യത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും പ്രവർത്തിക്കണം. നിങ്ങളത് നിരന്തരം മിനുസപ്പെടുത്തുകയും ആഴത്തിലാക്കുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അത് ജീവിച്ച് കാണിക്കുകയും വേണം. എന്റെ ഉദ്ദേശ്യം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ചിലർ പറയും. അത് സാരമില്ല. ഉദ്ദേശ്യം നിങ്ങൾ ഒറ്റയടിക്ക് കണ്ടെത്തുന്ന ഒന്നല്ല. ഇത് കാലക്രമേണ നിങ്ങൾ കണ്ടെത്തി വികസിപ്പിക്കുന്ന ഒന്നാണ്. ഓരോ ദിവസവും ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് സമയം ചെലവഴിക്കുക. നാളെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ഒരു ചെറിയ ചുവട് വയ്ക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുക. ഓരോ ദിവസവും നിങ്ങൾ ഒരു ഉദ്ദേശ്യത്തോടെയുള്ള ജീവിതം നയിക്കുന്നതിലേക്ക് പുരോഗമിക്കുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉദ്ദേശ്യം കൂടുതൽ വ്യക്തവും ശക്തവും കൂടുതൽ സംതൃപ്തി നൽകുന്നതുമായി മാറുന്നത് നിങ്ങൾ കണ്ടെത്തും. ഇവിടെ ഒരു കാര്യം: നിങ്ങളൊരു ഉദ്ദേശ്യത്തോടെ ജീവിക്കുമ്പോൾ മറ്റെല്ലാം അതിന്റെ സ്ഥാനത്ത് വരും. നിങ്ങളുടെ ജോലി കൂടുതൽ അർത്ഥവത്തായി മാറും. നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാകും. നിങ്ങളുടെ വെല്ലുവിളികൾ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി മാറും. ഒരു സംതൃപ്തമായ ജീവിതം പടുത്തുയർത്തുന്നതിനുള്ള അടിസ്ഥാനമാണ് ഉദ്ദേശ്യം. നിങ്ങൾക്ക് എല്ലാ ദിവസവും അതിൽ പ്രവർത്തിക്കാൻ കഴിയും. അടുത്തതായി, ഓരോ ദിവസവും പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കൃതജ്ഞത, ഗ്രേറ്റ്ഫുൾനെസ് ഉള്ളവനായിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ വികാരങ്ങളിൽ ഒന്നാണ് കൃതജ്ഞത. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിയുകയും ഇതിനകം നല്ലതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ളവനായിരിക്കാൻ പരിശീലിക്കാം. അതിന് അധികം ആവശ്യമില്ല. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളെ അഭിനന്ദിക്കാൻ ഒരു നിമിഷമെടുക്കുക. നാളെ നിങ്ങൾ പലപ്പോഴും നിസ്സാരമായി കരുതുന്ന ചെറിയ അനുഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജോലി. അടുത്ത ദിവസം നിങ്ങളെ വളർത്താൻ സഹായിച്ച വെല്ലുവിളികളോട് അല്പം നന്ദി കാണിക്കുക. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറുന്നു. കാലക്രമേണ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മുഴുവൻ കാഴ്ചപ്പാടും മാറുന്നത് നിങ്ങൾ കണ്ടെത്തും. എപ്പോഴെങ്കിലുമെല്ലാം തെറ്റിപ്പോകുന്ന ഒരു മോശം ദിവസം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നമ്മളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ രഹസ്യം ഇതാണ്: ആ ദിവസങ്ങളിൽ പോലും നന്ദിയുള്ളവനായിരിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. ഒരുപക്ഷെ ഒരു തെറ്റിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം, ഒരു വെല്ലുവിളിയെ അതിജീവിച്ചതിലൂടെ നിങ്ങൾ നേടിയ ശക്തി. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കഠിനമായ സമയങ്ങൾ പോലും വിലപ്പെട്ടതായി മാറും. അതിന്റെ യഥാർത്ഥ ശക്തി അതാണ്. കൃതജ്ഞത വർദ്ധിക്കുന്ന ഒന്നാണ്. നിങ്ങൾ എത്രത്തോളം അത് പരിശീലിക്കുന്നുവോ, എത്രത്തോളം നന്ദിയുള്ളവനായിരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം നന്ദിയുള്ളവനായിരിക്കാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും. അത് ഒരു മലയിൽ നിന്ന് ഉരുളുന്ന മഞ്ഞുവീഴ്ച പോലെയാണ്. നിങ്ങൾ ഓരോ ദിവസവും അത് പരിശീലിക്കുമ്പോൾ അത് വലുതും വലുതുമായി മാറുന്നു. ഇതിന്റെ ഏറ്റവും നല്ല ഭാഗം ഇതാണ്: നിങ്ങൾ നന്ദിയോടെ ജീവിക്കുമ്പോൾ നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങൾ കൂടുതൽ ആകർഷിക്കുന്നു. ഓരോ ദിവസവും കൂടുതൽ ശക്തമാകുന്ന സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഒരു നല്ല ചക്രം നിങ്ങൾ സൃഷ്ടിക്കുന്നു. നന്ദിയുള്ളവനായിരിക്കുക എന്നാൽ വെറുതെ നല്ലത് തോന്നുക എന്നതല്ല, അത് പ്രവർത്തിക്കുക എന്നതും കൂടിയാണ്. നിങ്ങൾ ഒരു കാര്യത്തോട് ശരിക്കും നന്ദിയുള്ളവനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരികെ നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സംഭാവന നൽകാനും മറ്റുള്ളവരെ സഹായിക്കാനും മാറ്റമുണ്ടാക്കാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നന്ദിയുള്ളവനായിരിക്കുന്നത്
വളരെ ശക്തമായ ഒരു കാരണം. അത് നിങ്ങളുടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുക മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു. നിങ്ങൾ കൃതജ്ഞത ഒരു ദൈനംദിന ശീലമാക്കുമ്പോൾ അത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമല്ല, നിങ്ങളുടെ പെരുമാറ്റത്തെയും മാറ്റാൻ തുടങ്ങുന്നു. നന്ദിയുള്ളവനായിരിക്കുന്നത് നമ്മളെ മൃദുവാക്കുകയും കൂടുതൽ ഉദാരമതികളാക്കുകയും കൂടുതൽ ക്ഷമയുള്ളവരാക്കുകയും കൂടുതൽ സഹാനുഭൂതിയുള്ളവരാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ, നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ചുള്ള ആ ഭയം, മതിയാകാത്തതിനെക്കുറിച്ചുള്ള ആ ഭയം നിങ്ങൾ പുറത്തുവിട്ടു തുടങ്ങുന്നു. അത് വളരെ ശക്തമാണ്. കാരണം നിങ്ങൾ ഭയത്തിൽ ജീവിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങുന്നു. സമൃദ്ധിയിൽ ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ കഴിയുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൃതജ്ഞത ഒരു പേശി പോലെയാണ്. അത് ശക്തമാകാൻ നിങ്ങൾ ദിവസവും അതിൽ പ്രവർത്തിക്കണം. ഓരോ ദിവസവും നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു നിമിഷമെടുക്കുക. അത് വലിയ കാര്യങ്ങളായിരിക്കണമെന്നില്ല. ഒരുപക്ഷേ ഇന്ന് നിങ്ങൾ സൂര്യപ്രകാശത്തിന് നന്ദിയുള്ളവരായിരിക്കാം. നാളെ നിങ്ങൾക്ക് മേശപ്പുറത്ത് ഭക്ഷണമുള്ളതിന് നന്ദിയുള്ളവരായിരിക്കാം. അടുത്ത ദിവസം കഷ്ടപ്പാടുകളിലൂടെ നിങ്ങൾ പഠിച്ച പാഠങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാം. എന്തായാലും ചെറിയതാണെങ്കിൽ പോലും എന്തെങ്കിലും കണ്ടെത്തുക. പ്രധാന കാര്യം നിങ്ങൾ നന്ദിയുള്ള കാര്യത്തിന്റെ വലുപ്പമല്ല, നന്ദിയുള്ളവനായിരിക്കുന്ന പ്രവൃത്തിയാണ് പ്രധാനം. ഞാൻ നിങ്ങളോട് പറയുന്നു, നന്ദിയുള്ളവനായിരിക്കുക എന്നാൽ പ്രശ്നങ്ങളെ അവഗണിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. എല്ലാം മികച്ചതാണെന്ന് നടിക്കുകയുമല്ല. ജീവിതത്തിന് അതിൻ്റേതായ വെല്ലുവിളികളുണ്ട്. പക്ഷേ നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുന്നത് പരിശീലിക്കുമ്പോൾ ആ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള പ്രതിരോധശേഷി നിങ്ങൾ വളർത്തിയെടുക്കുന്നു. അതെ, ഇത് കഠിനമാണ്. പക്ഷേ ഇതിലൂടെ കടന്നുപോകാനുള്ള ശക്തിക്ക് ഞാൻ ഇപ്പോഴും നന്ദിയുള്ളവനാണ് എന്ന് പറയാൻ നിങ്ങൾ പഠിക്കുന്നു. നന്ദിയുള്ളവനായിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ശരിയായ കാര്യങ്ങളിലേക്ക് മാറ്റുന്നു. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും ധൈര്യവും കാഴ്ചപ്പാടും നൽകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുക. നമ്മൾ സംസാരിച്ച മേഖലകളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ മനോഭാവം, ആശയവിനിമയം, അച്ചടക്കം, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ചിന്താഗതി, സമയ മാനേജ്മെന്റ്, നിങ്ങളുടെ സാമ്പത്തികം, വ്യക്തിഗത വികസനം, നിങ്ങളുടെ ഉദ്ദേശ്യം, കൃതജ്ഞത. ഈ മേഖലകളിൽ എത്രയെണ്ണത്തിന് ഓരോ ദിവസവും ഒരു ചെറിയ പുരോഗതിയിൽ നിന്ന് പ്രയോജനം നേടാൻ കഴിയും? ഈ ചെറിയ ദൈനംദിന പുരോഗതികൾ വരുത്താൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധനായാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയിരിക്കും? അത്രയുള്ളൂ. ശാശ്വതമായ മാറ്റത്തിന്റെ താക്കോൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിലല്ല. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ സ്ഥിരമായ പ്രവർത്തനങ്ങളിലാണ് അത് കണ്ടെത്തുന്നത്. അവിടെയാണ് യഥാർത്ഥ മാന്ത്രികത സംഭവിക്കുന്നത്. അവിടെയാണ് പരിവർത്തനം സംഭവിക്കുന്നത്.